everyone, welcome back to Success Academy's YouTube channel. നമുക്കറിയാം നമ്മുടെ എക്സാംസ് അതായത് CHSL, MTS, CGL ഒക്കെ വരികയാണ്. SSCയുടെ എല്ലാ എക്സാംസും വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയുമാണ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നമ്മൾ ഓരോ മന്തിൻ്റെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് നോക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് മെയ് മന്തിലെ കറണ്ട് അഫയേഴ്സ് നോക്കാം. മെയ് മന്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ഇന്ത്യാസ് റാങ്ക് ഇൻ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2024? 2024 ഇന്ത്യയുടെ റാങ്ക് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തിലുള്ള ഇന്ത്യയുടെ റാങ്ക് ആണ് ചോദിച്ചിരിക്കുന്നത്? വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിലെ ഇന്ത്യയുടെ റാങ്ക് ആണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, 2024 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിലെ ഇന്ത്യയുടെ റാങ്ക് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ 152, ഓപ്ഷൻ ബി 161, ഓപ്ഷൻ സി 159 ആൻഡ് ഓപ്ഷൻ ഡി 165. ഇതിലേതായിരിക്കും ഇന്ത്യയുടെ റാങ്ക് വരിക? ഇന്ത്യയുടെ റാങ്ക് വരുന്നത് ഓപ്ഷൻ സി 159 ആണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 159 ആണ്. മൊത്തം എത്ര രാജ്യങ്ങളിലാണ് ഇന്ത്യക്ക് 159ാമത്തെ റാങ്ക് കിട്ടിയത്? മൊത്തം 180 കൺട്രീസ് ഉണ്ടായിരുന്നു. അതിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 159 ആണ്. എന്തിലാണ്? വേൾഡ് പ്രസ് ഇൻഡെക്സിൽ. ഏത് വർഷം? നമ്മുടെ ഇപ്പോഴത്തെ 2024 റാങ്ക്. ഒന്നുകൂടെ പറയാം, വേൾഡ് പ്രസ് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 159 ആണ്. മൊത്തം എത്ര കൺട്രീസ് ഉണ്ട്? 180 കൺട്രീസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, who has been appointed as the chairman of SSC? SSC എന്താണ്? നമുക്കറിയാലേ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ റീസെൻ്റ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്ത ചെയർമാൻ ആരാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, SSCയുടെ പുതിയ ചെയർമാൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ രാകേഷ് രഞ്ജൻ, ഓപ്ഷൻ ബി സൗരഭ് ഗർഗ്, ഓപ്ഷൻ സി രാജ്കുമാർ ഗോയൽ, ഓപ്ഷൻ ഡി രാജേന്ദ്ര കുമാർ. അപ്പോൾ SSCയുടെ ചെയർമാൻ ആരായിരിക്കും? SSCയുടെ റീസെൻ്റ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്ത ചെയർമാനാണ് ഓപ്ഷൻ എ രാകേഷ് രഞ്ജൻ. SSCയുടെ പുതിയ ചെയർമാൻ ആരാണ്? രാകേഷ് രഞ്ജൻ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ രാകേഷ് രഞ്ജൻ. പറഞ്ഞ് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, which state has celebrated സാഗാദവ ഫെസ്റ്റിവൽ റീസെൻ്റ്ലി? ഏത് സ്റ്റേറ്റ് ആണ് റീസെൻ്റ് ആയിട്ട് ഒരു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ആ ഫെസ്റ്റിവലിൻ്റെ പേര്? സാഗാദവ. അപ്പോൾ സാഗാദവ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്ത സ്റ്റേറ്റ് ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ത്രിപുര, ഓപ്ഷൻ ബി സിക്കിം, ഓപ്ഷൻ സി ആസാം ആൻഡ് ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. ഇതിലേതായിരിക്കും സാഗാദവ സെലിബ്രേറ്റ് ചെയ്ത സ്റ്റേറ്റ്? സാഗാദവ എന്നുള്ള ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്ത സ്റ്റേറ്റ് ആണ് ഓപ്ഷൻ ബി സിക്കിം. സിക്കിമാണ് എന്ത് സെലിബ്രേറ്റ് ചെയ്തത്? സാഗാദവ. എപ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്തത്? 23-ാം തീയതി മെയ്യിലാണ് സെലിബ്രേറ്റ് ചെയ്തത്. 2024. ശ്രദ്ധിക്കുക, 2024 23-ാം തീയതി മെയ്യാണ് എന്ത് സെലിബ്രേറ്റ് ചെയ്തത്? സാഗാദവ സെലിബ്രേറ്റ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, which date has been proclaimed by the United Nations as World Football Day? അതായത് പുതിയതായിട്ട് വേൾഡ് ഫുട്ബോൾ ഡേ വന്നിരിക്കുകയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, വേൾഡ് ഫുട്ബോൾ ഡേ ആരാണ് പ്രൊക്ലെയിം ചെയ്തിരിക്കുന്നത്? യുണൈറ്റഡ് നേഷൻസ് ആണ് പ്രൊക്ലെയിം ചെയ്തിരിക്കുന്നത്. അതായത് യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ഫുട്ബോൾ ഡേ പ്രൊക്ലെയിം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്നാണ് വേൾഡ് ഫുട്ബോൾ ഡേ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ 20th മെയ്, ഓപ്ഷൻ ബി 23rd മെയ്, ഓപ്ഷൻ സി 25th മെയ് ആൻഡ് ഓപ്ഷൻ ഡി 24th മെയ്. അപ്പോൾ എന്നായിരിക്കും വേൾഡ് ഫുട്ബോൾ ഡേ? വേൾഡ് ഫുട്ബോൾ ഡേ വരുന്നത് ഓപ്ഷൻ സി 25th മെയ് ആണ്. അപ്പോൾ 25th മെയ് ആണ് എന്ത്? വേൾഡ് ഫുട്ബോൾ ഡേ. ആരാണ് പ്രൊക്ലെയിം ചെയ്തിരിക്കുന്നത്? യുണൈറ്റഡ് നേഷൻസ് ആണ് പ്രൊക്ലെയിം ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who was appointed as UNICEF India's new national ambassador? ശ്രദ്ധിക്കുക, യുണിസെഫ് ഇന്ത്യയുടെ
പുതിയതായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള നാഷണൽ അംബാസഡർ ആരാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ശ്രദ്ധിക്കുക. യുണിസെഫ് ഇന്ത്യയുടെ പുതിയതായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന നാഷണൽ അംബാസഡർ ആരാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ അനുഷ്ക ശർമ്മ, ഓപ്ഷൻ ബി പ്രിയങ്ക ചോപ്ര, ഓപ്ഷൻ സി കരീന കപൂർ ഖാൻ ആൻഡ് ഓപ്ഷൻ ഡി കത്രീന കൈഫ്. ആരായിരിക്കും യുണിസെഫ് ഇന്ത്യയുടെ പുതിയ അംബാസഡർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി കരീന കപൂർ ഖാൻ. ഓക്കെ, യുണിസെഫ് ഇന്ത്യയുടെ നാഷണൽ അംബാസഡർ ആരാണ്? കരീന കപൂർ ഖാൻ, ആക്ട്രസ് ആണ്, നമുക്കറിയാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഹാസ് വോൺ ദ F1 മൊണാക്കോ ഗ്രാൻഡ് പ്രിക്സ് 2024? ആരാണ് F1 മൊണാക്കോ ഗ്രാൻഡ് പ്രിക്സ് 2024 ജയിച്ചിട്ടുള്ളത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ സെബാസ്റ്റ്യൻ വെറ്റൽ, ഓപ്ഷൻ ബി മാക്സ് വെർസ്റ്റപ്പൻ, ഓപ്ഷൻ സി ലൂയിസ് ഹാമിൽട്ടൺ ആൻഡ് ഓപ്ഷൻ ഡി ചാൾസ് ലെക്ലർക്ക്. ഓക്കെ, അപ്പോൾ ആരാണ് F1 മൊണാക്കോ ഗ്രാൻഡ് പ്രിക്സ് 2024ൻ്റെ വിന്നർ എന്നാണ് ക്വസ്റ്റ്യൻ. ആരാണ്? ഓപ്ഷൻ ഡി ചാൾസ് ലെക്ലർക്ക് ആണ് എന്തിൻ്റെ വിന്നർ? F1 മൊണാക്കോ ഗ്രാൻഡ് പ്രിക്സിൻ്റെ വിന്നർ. ഓക്കെ, 2024. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who is the first Indian to win the Best Actress Award at Cannes Film Festival? ശ്രദ്ധിക്കുക, കാൻസ് ഫിലിം ഫെസ്റ്റിവലിലെ വിന്നറാണ് അല്ലേ. എന്തിൻ്റെ വിന്നറാണ്, അല്ലെങ്കിൽ എന്ത് അവാർഡാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്? ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് അല്ലേ. ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. അതുമല്ല, എന്താണ് പ്രത്യേകത? ഷീ ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ദ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ്. ഓക്കെ, ശ്രദ്ധിക്കുക, കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ആദ്യത്തെ ഇന്ത്യനാണ് എന്ത് വിൻ ചെയ്യാൻ? ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് വിൻ ചെയ്യാൻ. അപ്പോൾ അത് ആർക്കാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ റോഷ്നി ബോഷ്, ഓപ്ഷൻ ബി ആകാശ സിംഗ്, ഓപ്ഷൻ സി അനസൂയ സെൻഗുപ്ത ആൻഡ് ഓപ്ഷൻ ഡി പാരുൾ ഗോയൽ. ആർക്കായിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി അനസൂയ സെൻഗുപ്തയ്ക്കാണ്. അപ്പോൾ അവരാണ്, അല്ലെങ്കിൽ അനസൂയ സെൻഗുപ്തയാണ് എന്ത് വിൻ ചെയ്തിരിക്കുന്നത്? ആദ്യത്തെ ഇന്ത്യൻ ആണല്ലേ അവർ എന്ത് വിൻ ചെയ്യാൻ? ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് വിൻ ചെയ്യാൻ. എവിടെ? കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, joint military exercise Shakti is conducted between India and which nation? ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് ആയിട്ടുള്ള ശക്തി ഇന്ത്യയും ഏത് നേഷനും കൂടെ, അല്ലെങ്കിൽ ഇന്ത്യയും വേറെ ഏത് കൺട്രിയും കൂടെയാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ഇന്തോനേഷ്യ, ഓപ്ഷൻ സി ജപ്പാൻ ആൻഡ് ഓപ്ഷൻ ഡി ഫ്രാൻസ്. ഏതായിരിക്കും? ഓപ്ഷൻ ഡി ഫ്രാൻസ് ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് ആയിട്ടുള്ള ശക്തി ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും ഫ്രാൻസും തമ്മിലാണ്. ഇന്ത്യയും ഫ്രാൻസും തമ്മിലാണ് ഏത് എക്സസൈസ് വരുന്നത്? ശക്തി എക്സസൈസ്. അടുത്ത ക്വസ്റ്റ്യൻ, which fintech platform has partnered with Langa Pay to allow the users to pay using UPI across India? ശ്രദ്ധിക്കുക, ഏത് പ്ലാറ്റ്ഫോമാണ് പാർട്ട്ണർ ചെയ്തിരിക്കുന്നത്? എന്തുമായിട്ട്? ലങ്ക പേയുമായിട്ട്. ഒരു പ്ലാറ്റ്ഫോം അല്ലേ, ഇന്ത്യയുടെ ഒരു ഫിൻടെക് പ്ലാറ്റ്ഫോം എന്തുമായിട്ട് പാർട്ട്ണർ ചെയ്തിട്ടുണ്ട്? ലങ്ക പേയുമായിട്ട്. അവർ രണ്ടുപേരും കൂടി പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ്? ടു അലൗ ഇറ്റ്സ് യൂസേഴ്സ് ടു പേ യൂസിങ് UPI അക്രോസ് ഇന്ത്യ അല്ലേ. UPI വെച്ചിട്ട് ഇന്ത്യയിൽ മൊത്തം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേ ചെയ്യാൻ പറ്റും അല്ലേ. ശ്രീലങ്കയുമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആരായിരിക്കും? ഓപ്ഷൻ എ ഫോൺ പേ, ഓപ്ഷൻ ബി പേടിഎം, ഓപ്ഷൻ സി ഗൂഗിൾ പേ ആൻഡ് ഓപ്ഷൻ ഡി ആമസോൺ പേ. ആരായിരിക്കും? ഓപ്ഷൻ എ ഫോൺ പേ ആണ് അല്ലേ. ഫോൺ പേയും ലങ്ക പേയും കൂടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അംബാജി white marble recently awarded GI tag is belonging to which state? ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. അംബാജി വൈറ്റ് മാർബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈറ്റ് മാർബിൾ ഉണ്ട്, അതിന് എന്ത് ലഭിച്ചിരിക്കുകയാണ്? GI ടാഗ് ലഭിച്ചിരിക്കുകയാണ് അല്ലേ. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അംബാജി മാർബിൾസ് ഏത് സ്റ്റേറ്റിലാണ്, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിൻ്റെ ആണ് എന്നാണ് നമ്മളോട് ചോദ്യം. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ UP, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി ഗുജറാത്ത് ആൻഡ് ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. ഏത് സ്റ്റേറ്റ് ആയിരിക്കും? റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ഗുജറാത്ത് ആണ്. അപ്പോൾ ഗുജറാത്തിലാണ് എന്തുള്ളത്? അംബാജി വൈറ്റ് മാർബിൾ ഉള്ളത്. അവിടെ അവർക്കാണ് എന്ത് ലഭിച്ചിരിക്കുന്നത്? GI ടാഗ് അല്ലേ, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, the first set of CAA certificates has been granted to how many people?
ശ്രദ്ധിക്കുക. ആദ്യത്തെ സെറ്റ് ഓഫ് എന്ത് കൊടുത്തു? CAA സർട്ടിഫിക്കറ്റ്സ് കൊടുത്തിരിക്കുകയാണ് അല്ലേ? അപ്പം അത് എത്ര ആളുകൾക്കാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ A 12, ഓപ്ഷൻ B 10, ഓപ്ഷൻ C 14 ആൻഡ് ഓപ്ഷൻ D 8. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ C 14 ആണ്. 14 ആളുകൾക്കാണ് ആദ്യമായിട്ട് എന്ത് ലഭിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആദ്യത്തെ സെറ്റ് ഓഫ് എന്ത് ലഭിച്ചിട്ടുള്ളത്? CAA സർട്ടിഫിക്കറ്റ്സ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.